السلام عليكم. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, എൻ്റെ പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ആഗതനായതിൻ്റെ ഉദ്ദേശം ഒരു കൊച്ചു കഥാപ്രസംഗം അവതരിപ്പിക്കുകയാണ്. അതെ, ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് അറബിക്കടലിലെ ചെഞ്ചായമണിയിച്ച വീരനായകൻ. അതെ, അറബിക്കടലിന്റെ ചെഞ്ചായമണിയിച്ച വീരനായകൻ. ആദിയോനിൽ ഹംദ് പാടി കൈകൾ ഉയർത്തി, ആദമിൽ മദദാലെ നമ്മെ ചേർത്തിടേണേ. ബിസ്മിയും സലവാത്തുകൾ നാം ഇമ്പമാലെ പാടി, അദബിലും അതിതെളിവിലും നാം അമ്പിനാലെ വാഴ്ത്തി. ഈ ചരിതം നീ കേൾക്കണേ. ധീരത മാത്രം കാട്ടിയ വീരൻ, മാതൃക മാത്രം നേകിയ ശൂരൻ, അടിപതറിയെന്നും ഭംഗിയിൽ നിന്നു മറക്കാർ. ശത്രുത മുട്ടും തട്ടിയ നേതാ, കൃത്രിമ മാത്രം ജീവിതപാത, ഇടപെടലില്ലാതെന്നും പറയാം വീരനായക. ദേശം പൊന്നാനി, മലബാറിന്റെ മക്ക, അറബിക്കടലിന്റെ വിരിമാറിൽ താഴ്ത്തി ഉറങ്ങുന്ന തനിമയുള്ള നാട്. മഖ്ദൂമി പണ്ഡിതന്മാരിലൂടെയും അറബി കച്ചവടക്കാരിലൂടെയും കേളിക്കേട്ട ദേശം. പൊന്നാനിക്കടുത്ത് വെളിയങ്കോടുകാരനാണ് നമ്മുടെ കഥാനായകൻ കുഞ്ഞിമരക്കാർ. അചഞ്ചലമായ വിശ്വാസം, ഒട്ടും കുറയാതെ പോരാട്ട വീരം, ധീരതയാർന്ന പ്രകൃതം. ചെറുപ്പത്തിലെ ഉപ്പയെ നഷ്ടമായി. അല്ലലും അലട്ടലുമില്ലാതെ ആ പൊന്നുമ്മ മകനെ സ്നേഹത്തോടെ വളർത്തി. സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ശിക്ഷത്വം സ്വീകരിച്ചു. അതോടൊപ്പം ആ യോധന കലയിലും കളരിലും മികവ് കാട്ടിയ മഖ്ദൂമുകളിലൂടെ പകർന്നു കിട്ടിയ ആത്മീയ വെളിച്ചവും അചഞ്ചലമായ വിശ്വാസവും, ധീരതയുടെ ആത്മീയ വിശ്വാസവും കുഞ്ഞിമരക്കാർ ജനങ്ങൾക്കിടയിൽ പോരാട്ടത്തിന്റെയും ധീരതയുടെയും പ്രതീകമായി മാറി. അങ്ങനെയിരിക്കെ എന്നും പടർന്നു കേളി സ്വരം. അന്ന് പൊന്നാനി ദേശം പാടിയ നാമം, അജയ്യ കേളി പെരുത്തൊരു സാരം. പാടുന്ന അവർ പാടുന്ന ഈ മിടുക്കരന്ന്, പൊന്നാനി നാട്ടിൽ മിടുക്ക് കാട്ടിടലാൻ. എല്ലാ തരത്തിലും പല വിധത്തിലും അവർ മുന്നിട്ടു നിന്നിടലാൻ. പിശാചുക്കളായ പറങ്കികൾ മലബാറിന്റെ വിവിധ പ്രദേശങ്ങൾ കീഴടക്കിയിരിക്കുന്നു. വിവരം നാട്ടിലാകെ പരന്നു. ആളുകൾ ഭീതിയിലായി. കച്ചവടക്കാരുടെ മുതലും സമ്പത്തും കൊള്ളയടിക്കുകയും സ്ത്രീകളെ ബലമായി പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. സ്ത്രീകളും കുട്ടികളും വീടുകളിൽ ഭയന്നിരുന്നു. കച്ചവടക്കാരിൽ പലരും കടലിൽ യാത്ര ചെയ്യാൻ ഭീതി മൂലം തയ്യാറാകുന്നില്ല. അടുത്ത ദേശക്കാരായ പലരെയും പറങ്കികൾ പിടിച്ചു കൊണ്ടുപോവുകയും വധിക്കുകയും ചെയ്തു. വിവരം നാട്ടിലാകെ പരന്നു. വിറഞ്ഞടിച്ചിരുന്ന അതേസമയം വെളിയങ്കോട്ട് നിന്നൊരു സന്തോഷ ദിനം കൂടിയാണ്. എന്താണത്? കല്യാണ പോലീസുകൾ പറഞ്ഞ തീരാ, മുഖങ്ങൾ പെരുമയിൽ പെരുത്തിടലായി. ചിത്തിരമുത്തുകൾ പൂത്തന സുതരം, കുഞ്ഞിമറക്കാർ മംഗല സുതരം, ചിത്തമികത്തമി മുത്തിയ വിരിശം. ആനന്ദമാല തല്ലും സുദിനമിതാ, നടങ്ങും മകരത്തിൻ പുലരിതരാ. ആനരമായി തിരിയുന്നേ, പറങ്ങിപ്പിശാചുക്കൾ നിരം വളരുന്നേ. നാട്ടാരും വീട്ടാരും നെട്ടിപ്പറിക്കുന്നേ. പൊന്നാനിയുടെ വളർത്തു മകനായ കുഞ്ഞിമരക്കാരുടെ മംഗലസുദിനം. ആളുകളെല്ലാം കല്യാണ വീട്ടിലാണ്. ചിരിയും കളിയും നിറഞ്ഞിരിക്കുന്നു. മണവാളൻ കുഞ്ഞിമരക്കാർ പുതിയാപ്പിളയെ ചമഞ്ഞ് വധുവെ കാത്തിരിക്കുകയാണ്. സുന്ദര നിമിഷങ്ങൾ. അപ്പോഴല്ലേ ആകാശാന്തരത്തിലേക്ക് കിടുകിടുത്ത വാർത്ത വരുന്നത്. അതെ, പറങ്കികൾ പൊന്നാനി കീഴടക്കിയിരിക്കുന്നു. അവിടത്തെ ഒരു പാവപ്പെട്ട തരുണിമണിയെ അവർ ബലാത്കാരമായി കൊണ്ടുപോയിരിക്കുന്നു. കുഞ്ഞിമരക്കാരുടെ ചെവികളിൽ ആ വാർത്ത പ്രകമ്പനം കൊണ്ടു. സിരികളിലേക്ക് രക്തം ഇരച്ചു കയറി. കണ്ണുകൾ പ്രതികാരാഗ്നി ആളിക്കത്തി. എങ്ങനെയും അവളെ രക്ഷിക്കണം. ധർമ്മയുദ്ധമാണ്. ഒന്നുകിൽ ധീരവിജയം, അല്ലെങ്കിൽ വീരമരണം. മംഗല സന്തോഷം വകവെക്കാതെ കുഞ്ഞിമരക്കാർ തന്റെ പറകിക്കപ്പലിലേക്ക് ലക്ഷ്യമിട്ടു. ഇറങ്ങിക്കഴിഞ്ഞു. പോകും മുമ്പേ തന്റെ സ്നേഹനിധിയായ ഉമ്മയോട് സമ്മതം വാങ്ങി. ഉമ്മയുടെ കരൾ എങ്ങോട്ടാ പോകുന്നത്? ഉമ്മയുടെ കരൾ ഉമ്മയുടെ അടുത്തെത്തും. അള്ളാഹുവിന്റെ വിധി പോലെ വരും എന്ന് പറഞ്ഞ് പറങ്കികളെ ലക്ഷ്യമാക്കി കുഞ്ഞിമരക്കാർ തന്റെ പടവാളം എടുത്ത് പറങ്കിക്കപ്പലിലേക്ക് കുതിക്കുകയായി. നാട്ടുകൂട്ടമാകെ
എത്തിപ്പാട്ടിലായേ ശത്രുകൂട്ടലായേ നാടുകേട്ടിലായേ സ്വത്തുമൊത്തം നൽകി ആർത്തിയാലെ കൂടി ആട്ടം പാട്ടമാലെ നാടുവെട്ടിലായി കള്ളപ്പറങ്ങി കൊള്ള കൊണ്ടാടി നാടു മുടിച്ച് കൊണ്ടാട്ടമാരെ കള്ളെ പടയിച്ച് പിള്ളെ പിടിച്ച് കച്ച മുടുക്കി കൊണ്ടാട്ടമാരെ. പറങ്കിക്കപ്പൽ ഉന്മാദത്തിലാണ്. പൊന്നാനി കീഴടക്കിയ സന്തോഷത്തിൽ പർപ്പിൽ അവർ ആർത്തു ഉല്ലസിച്ച് കള്ളു കുടിച്ച് ഉന്മത്തനായ പറങ്കിക്കപ്പലിലേക്ക് കുഞ്ഞിമരക്കാർ എന്ന ധീരയോദ്ധാവ് കയറിപ്പറ്റി. ഇടനെഞ്ചിൽ അചഞ്ചലമായ വിശ്വാസവും വലൻ കൈയിൽ ആ ധീരതയുടെ പടവാള്. പറങ്കി പിശാചുക്കളുടെ ഇടയിലേക്ക് തന്നെ പടവാളുമായി കുതിച്ചെത്തിയ കുഞ്ഞിമരക്കാർ പറങ്കികളുടെ തല ഓരോന്നായി കൊയ്തെടുത്തു. പറങ്കികൾ കുഞ്ഞിമരക്കാരന്റെ വാഴ്ചുറ്റിൽ വിലപ്പൊത്തി വീണു. അറബിക്കലിൽ രക്തം രൂക്ഷിതമായി. ശക്തമായ തിരമാലകൾക്കിടയിൽ ആദീരന്റെ പറങ്കിക്കപ്പൽ ചെഞ്ചായമണഞ്ഞു. പൊന്നാനിയുടെ പൊന്നോമന മകളെ തിരിച്ചേൽപ്പിക്കണം. കപ്പലിൽ ഭയന്നു വിറച്ചിരുന്ന ആ തരുണിമണിയെ കുഞ്ഞിമരക്കാർ കെട്ടയച്ചു. ചെന്നായ കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ട മാൻപേടയെ പോലെ ആ കണ്ണുകൾ സന്തോഷ കണ്ണീർ പൊഴിച്ചു. അവളെ രൂക്ഷിതമായി തന്റെ തോണിയിൽ കരയിലേക്ക് അയച്ചു. പറങ്കികളെ പാഠം പഠിപ്പിക്കണം. കപ്പലിൽ അവശേഷിച്ച എല്ലാത്തിനെയും കൊന്നു കളയുന്നതിനിടയിലായിരുന്നു അത് സംഭവിച്ചത്. അതെ, പറങ്കികൾ ഓരോന്നായി തകർന്ന് തർപ്പിടമാക്കുന്നതിനിടയിലായിരുന്നു കപ്പലിൽ ഒളിച്ചു നിന്നിരുന്ന ഒരു പറങ്കി സൈനികൻ കുഞ്ഞിമരക്കാരെ പിറകിൽ നിന്ന് ആഞ്ഞു വെട്ടി. പിന്നിൽ നിന്നും വെട്ടേറ്റ ആ വീരശോര യോദ്ധാവ് ധീര രക്തസാക്ഷിത്വം വഹിച്ചു. ചേതനയേറ്റു വീണ ആ ഷഹീദിന്റെ ക്രൂരനായ പറങ്കി സൈനികൻ തുണ്ടം തുണ്ടമാക്കി കടലിലേക്ക് എറിഞ്ഞു. എല്ലാത്തിനും മൂകസാക്ഷിയായ അറബിക്കടൽ ആ ഷഹീദിന്റെ ശരീരഭാഗങ്ങൾ ഏറ്റുവാങ്ങി. അണിഞ്ഞൊരുങ്ങിയ മാറിനെ കാത്തിരുന്ന കല്യാണ വീട് ചിന്ന ഭിന്നമായി തകർന്നു. രക്ഷജാതിയെ വരവേറ്റു. പൊന്നുമ്മയുടെ പൊന്നോമന മകൻ പൊന്നാനിയുടെ പ്രിയപുത്രൻ ഇവിടെ പറഞ്ഞിരിക്കുന്നു. സ്നേഹിതരെ സ്നേഹനിലാവേ ദിശയുടെ മറവിൽ മറയുകയായി ഈ കുഞ്ഞു മറക്കാരിന്റെ ചരിതം ഇവിടെ തീരുകയായി. കണ്ണിറെ കണ്ണിറെ വിജയം കണ്ട സൈന്യാധിപനും പൊരിയുകയായി. മലബാറിൻ പൊൻകൊടി ചൂടിയ ചരിതം ഇവിടെ തീരുകയായി. സ്നേഹിതരെ സ്നേഹനിലാവേ ദിശയുടെ മറവിൽ മറയുകയായി ഈ കുഞ്ഞു മറക്കാരിന്റെ ചരിതം ഇവിടെ തീരുകയായി. കണ്ണിറെ കണ്ണിറെ വിജയം കണ്ട സൈന്യാധിപനും പൊരിയുകയായി. മലബാറിൽ പൊൻകൊടി ചൂടിയ ചരിതം ഇവിടെ തീരുകയായി. മംഗള സന്തോഷം നാടിന് ബലി നൽകിയ ധീര യോദ്ധാവിന്റെ കഥനകഥ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.